മലപ്പുറം പെരിന്തൽമണ്ണയിൽ മുസ്ലിം ലീഗ് ഓഫീസിന് നേരെ കല്ലേറുണ്ടായതിനെ തുടർന്ന് UDF ആഹ്വാനം ചെയ്ത ഹർത്താൽ ആരംഭിച്ചു. പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിൽ വൈകിട്ട് 6 മണിവരെയാണ് ഹർത്താൽ. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന്. ഗോകുൽ, ഇന്നലെ വലിയ പ്രതിഷേധം ഉയരുന്നത് നമ്മൾ കണ്ടതാണ്. MLA-യുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധിച്ചടക്കമുള്ള പ്രതിഷേധത്തിലേക്ക് അവിടെയുള്ള UDF പ്രവർത്തകർ അവിടെയുള്ള ലീഗ് പ്രവർത്തകർ പോയിരുന്നു. CPIM ആണ് പിന്നിൽ എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിന്റെ അന്വേഷണം എങ്ങനെയാണ്? ഹർത്താലിന്റെ വിവരങ്ങൾ ഗോകുൽ. രജിത്ത്, രാവിലെ 6 മണി മുതലുള്ള ഹർത്താൽ വൈകിട്ട് 6 മണി വരെയാണ് നീണ്ടു നിൽക്കുക. 12 മണിക്കൂറായിരിക്കും ഹർത്താൽ. അവശ്യ സർവീസുകളൊക്കെ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം വൈകിട്ട് 9:00-ഓടെയാണ് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം. ഈ CPM കഴിഞ്ഞ 30 വർഷത്തിലധികം ഭരിച്ചിരുന്ന പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി UDF പിടിച്ചടക്കിയിരുന്നു. അതിലെ വിജയാഹ്ലാദ പ്രകടനത്തിൽ നിരവധി ആളുകൾ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ വിജയാഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്ത ആളുകൾ CPM-ന്റെ ഏരിയ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ചു എന്ന് ആരോപിച്ച് CPM പ്രവർത്തകർ ലീഗ് ഓഫീസ് തല്ലി തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് ഇരു കൂട്ടരും നഗരത്തിൽ പ്രതിഷേധ പ്രകടനമൊക്കെ നടത്തി. അതിന്റെ ഭാഗമായി നജീബ് കാന്തപുരം MLA-യുടെ നേതൃത്വത്തിലാണ് മുസ്ലിം ലീഗ് പ്രവർത്തകർ പെരിന്തൽമണ്ണയിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധ പ്രകടനം നടത്തിയത്. ലീഗ് ഓഫീസ് ആക്രമിച്ച CPM പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അവർ ഇത്തരത്തിൽ റോഡ് ഉപരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയത്. അതിനുശേഷം ഇന്നലെ അർദ്ധരാത്രിയോട് കൂടിയിട്ടാണ് UDF-ന്റെ നേതൃത്വത്തിൽ ഹർത്താൽ ആഹ്വാനം ചെയ്യുകയും ചെയ്ത് നിലവിൽ 6 മണിക്ക് പറഞ്ഞിട്ടുള്ള ഹർത്താൽ ആരംഭിച്ചു കഴിഞ്ഞു. വൈകിട്ട് 6 മണി വരെ ആയിരിക്കും ഹർത്താൽ നീണ്ടു നിൽക്കുക. ഇതിനിടയിൽ ഈ ഈ CPM ലീഗ് ഓഫീസ് ആക്രമിച്ച ആളുകളെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്നും നഗരത്തിൽ UDF പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തുമെന്നാണ് അറിഞ്ഞിട്ടുള്ളത്. ഈ ഘട്ടത്തിൽ 5 പേരെ അറസ്റ്റ് ചെയ്തതായിട്ടുള്ള വിവരവും പുറത്തു വരുന്നുണ്ട്. ഇത് ഏത് പ്രവർത്തകനാണ് എന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല. അല്പസമയത്തിനകം തന്നെ ആ കാര്യങ്ങൾ നമുക്കറിയാൻ സാധിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.